ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നവോദയയുടെ ഇന്നത്തെ ക്ലാസ് പുതിയതായി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും പഴയ കുട്ടികൾക്കും ഒക്കെ ഒന്നിച്ചുള്ള ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് എന്നതുപോലെ എല്ലാ കുട്ടികളും ഇത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. വളരെ നന്നായി പഠനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒന്നാമത്തെ ക്ലാസ് ആണിത്. എല്ലാവരും ഓൺലൈനിൽ ഈ നോട്ട് എഴുതണം. നേരത്തെ വന്നവരോ ഇപ്പോൾ വന്നവരോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും. ഇപ്പോൾ കണക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ, 5ാം ക്ലാസ്സിലെ ഈ കണക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പട്ടിക പഠിച്ചു തീർച്ചിട്ടുണ്ടാവണം. പട്ടിക പഠിക്കാതെ ഒരു കണക്കും നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. 5 വരെയുള്ള പട്ടികകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. 5 വരെയുള്ള സംഖ്യകൾ കൊണ്ട് എങ്ങനെ ഹരിക്കാം? അപ്പോൾ ആദ്യം നമുക്ക് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും എങ്ങനെ ഹരിക്കാം എന്നാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. 248 ഹരിക്കണം 2. 248നെ എങ്ങനെ 2 കൊണ്ട് ഹരിക്കാം? ാണ് ഹരിക്കേണ്ടത്. 248 എന്ന് എഴുതുക. 2 കൊണ്ടാണ് ഹരിക്കേണ്ടത്, അത് ഇവിടെ എഴുതുക. അതായത് 248നകത്ത് എത്ര പ്രാവശ്യം 2 പോകും, എത്ര 2കൾ ചേർന്നാലാണ് 248 ആവുക എന്നാണ് ഹരണത്തിന്റെ അർത്ഥം. ഇംഗ്ലീഷ് മീഡിയത്തിന് ഡിവിഷൻ എന്ന് പറയും. 248 ഡിവൈഡഡ് ബൈ 2. നോക്കുക, ഹരിക്കേണ്ടത് 248 ആണ്. അതിലെ ഒന്നാമത്തെ സംഖ്യ നോക്കുക, 2. 2നകത്ത് 2 പോകുമോ? 2ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 2നകത്ത് എത്ര 2 ഉണ്ട്? ഇവിടെ ഒരു ചെറിയ വര വരയുക. 2നകത്ത് 2 ഒരു പ്രാവശ്യം. 1 എന്ന് എഴുതിയാൽ ഉടൻ തന്നെ 1 2 2 അത് ഇവിടെ എഴുതണം. ഇവിടുന്ന് ഇവിടം വരെ ഒരു വര വരയണം. 2ൽ നിന്ന് 2 കുറച്ചാൽ 0 0 അത് എഴുതേണ്ടതില്ല. ഇവിടെ ഒരു വരയിട്ട് 4നെ താഴ്ത്തി എഴുതുക. 4ൽ 2 2 പ്രാവശ്യം. 2 2 4. 4ൽ നിന്ന് 4 കുറച്ചാൽ 0 അതുകൊണ്ട് കുറയ്ക്കേണ്ടതില്ല. 8നെ താഴ്ത്തി എഴുതുക. 8ൽ 2 4 തവണ. 4 2 8. 8ൽ നിന്ന് 8 കുറച്ചാൽ 0. ഇനി ഒന്നും ഇറക്കി എഴുതാനില്ല, അതുകൊണ്ട് 0 എഴുതുക, കണക്ക് നിർത്തുക. അപ്പോൾ ഉത്തരം നമുക്ക് എഴുതാം. 248 ഹരണം 2 സമം 124. അപ്പോൾ 248നെ 2 കൊണ്ട് ഹരിച്ചാൽ 124 കിട്ടും. ഓക്കെ, 2 കൊണ്ട് ഹരിക്കുന്ന ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇത് എഴുതിയെടുക്കുക. വൃത്തിയായി മനസ്സിലായി കാണും. ഒരു 3 എണ്ണം ഞാൻ ചെയ്തു തരാം. ഓക്കെ, എഴുതിയെടുക്കുക. അറുന്നൂറ്റി 84 ഹരണം 2. 684 ഹരണം 2. 6ൽ 2 3 പ്രാവശ്യം. 3 2 6. 6ൽ 4 കുറച്ചാൽ 0 അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. 8നെ ഇറക്കി എഴുതുന്നു. 8ൽ 2 4 തവണ. 4 2 8. 8ൽ നിന്ന് 8 കുറച്ചാൽ 0 എഴുതുന്നില്ല. 4നെ താത്തി എഴുതുന്നു. 4ൽ 2 2 പ്രാവശ്യം. 2 2 4. 4ൽ നിന്ന് 4 കുറച്ചാൽ 0. ഇനി ഒന്നും ഇറക്കാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. അപ്പോൾ 684 ഹരണം 2ന്റെ ഉത്തരം 342. 684 ഹരണം 2 സമം 342. 2 കൊണ്ടുള്ള ഹരണം, 2ന്റെ പട്ടിക മാത്രം പഠിച്ചാൽ മതി. എളുപ്പമുള്ള കാര്യമാണ്. ഓക്കെ, നല്ലോണം മനസ്സിലാക്കി എഴുതിയെടുക്കുക.
746 ഹരണം 2. 746 ഹരണം 2. 7-ൽ 2 എത്ര പ്രാവശ്യം പോകും എന്ന് നോക്കുക. 1 2 2, 2 2 4, 3 2 6. 4 2 8 അപ്പോൾ അത് മുകളിലേക്ക് പോകും. 7-ൽ 3 പ്രാവശ്യമേ 2 പോകും. 3 2 6. 4 2 8 അത് 7-നേക്കാൾ കൂടുതലാണ്. 7-ൽ 2 3 പ്രാവശ്യം പോകും. 3 2 6. 7-ൽ നിന്ന് 6 കുറച്ചാൽ 0 അല്ല, 1 ആയതുകൊണ്ട് 1-നെ എഴുതണം. 4-നെ ഇറക്കി എഴുതുക. അപ്പോൾ 14 കിട്ടും. 14-ൽ 2 എത്ര പ്രാവശ്യം പോകും? 2-ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 7 14. എത്ര 2 ഉണ്ട്? 7 2 14. 14-ൽ നിന്ന് 14 കുറച്ചാൽ 0 ആയതുകൊണ്ട് എഴുതേണ്ടതില്ല. 6-നെ ഇറക്കി എഴുതുക. 6-ൽ 2 3 പ്രാവശ്യം. 3 2 6. 6-ൽ നിന്ന് 6 കുറച്ചാൽ 0 ഇറക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് 0 എഴുതണം. 746 ഹരണം 2 സമം 373. 158 ഹരണം 2. 158 ഹരണം 2. 1-ൽ 2 പോവില്ലാത്തത് കൊണ്ട് 15-ൽ നോക്കണം. 15-ൽ എത്ര 2 പോകും? 1 2 2, 2 2 4, 3 2 6, 4 2 8, 5 2 10, 6 2 12, 7 2 14. 7 2 14. 8 2 16 ആകും. അപ്പോൾ അത് മുകളിലേക്ക് പോകും. 15-ൽ 14 കുറയ്ക്കാം. ഉത്തരം 1. ഇനി 8-നെ ഇറക്കി എഴുതുക. 18-ൽ 2 2-ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 9 2 18. 18-ൽ നിന്ന് 18 കുറച്ചാൽ 0. ഇനി സംഖ്യ ഇറക്കി എഴുതാനില്ലാത്തത് കൊണ്ട് 0 എഴുതണം. ഉത്തരമായി. 158 ഹരണം 2 സമം 79. 1374 ഹരണം 2. 1374 ഹരണം 2. 1-നകത്ത് 2 പോകില്ലാത്തത് കൊണ്ട് 13-ൽ എത്ര 2 ഉണ്ട് എന്ന് നോക്കണം. 13-ൽ 2 6 പ്രാവശ്യം പോകും. 6 2 12. 13-ൽ നിന്ന് 12 കുറയ്ക്കുക. 1. 7-നെ ഇറക്കി എഴുതുക. 17-ൽ എത്ര പ്രാവശ്യം 2 പോകും എന്ന് 2-ന്റെ പട്ടിക ചൊല്ലി നോക്കുക. 8 2 16. 17-ൽ നിന്നും 16 കുറച്ചാൽ 1. 4-നെ താത്തി എഴുതാം. 14-ൽ 2 7 പ്രാവശ്യം. 7 2 14. 14-ൽ നിന്ന് 14 കുറച്ചാൽ 0. ഇനി ഇറക്കി എഴുതാൻ ഇല്ലാത്തത് കൊണ്ട് 0 എഴുതുക. 1374 ഹരണം 2 സമം 687. 608 ഹരണം 2. 608 ഹരണം 2. 6-ൽ 2 3 പ്രാവശ്യം. 3 2 6. 6-ൽ നിന്നും 6 കുറച്ചാൽ 0. ഇനി നമ്മൾ 0-നെ ഇറക്കി എഴുതണം.
ഇവിടെ സംഖ്യകൾ ഒന്നും ഇല്ലാത്തപ്പോൾ പൂജ്യത്തിനെ താഴേക്ക് ഇറക്കാൻ പാടില്ല, അതിനെ മുകളിലേക്ക് കയറ്റണം. ഇവിടെ സംഖ്യ ഉണ്ടെങ്കിൽ പൂജ്യത്തിനെ ഇറക്കാം, ഇല്ലെങ്കിൽ പൂജ്യത്തിനെ താഴേക്ക് കൊണ്ടുവരരുത്, പൂജ്യത്തിനെ മുകളിലേക്ക് കയറ്റിയാൽ മതി. അല്ലെങ്കിൽ പൂജ്യത്തിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം, പൂജ്യത്തിൽ 2 പോവില്ല, പൂജ്യത്തിൽ 2 0 തവണ. ഇനി 8നെ ഇറക്കാം, 8ൽ 2 4 പ്രാവശ്യം, 4 2 8. 8ൽ നിന്ന് 8 കുറച്ചാൽ 0, ഇനി ഇറക്കാനൊന്നുമില്ല, അതുകൊണ്ട് 0 എഴുതണം. ഓക്കെ, അപ്പോൾ 608 ഹരണം 2 സമം 304. ആയിരത്തി 4 ഹരിക്കണം 2. ഒന്നിൽ 2 പോകൂല, അതുകൊണ്ട് 10ൽ എത്ര 2 ഉണ്ട് എന്ന് നോക്കണം. 2ന്റെ പട്ടിക ചൊല്ലി നോക്കിയാൽ 10നകത്ത് 5 2 ഉണ്ട് എന്ന് മനസ്സിലാകും. 5 2 10. 10ൽ നിന്ന് 10 കുറച്ചാൽ 0 0 എഴുതേണ്ടതില്ല. അടുത്ത 0ത്തിനെ ഇറക്കണം. ഇറക്കുമ്പോൾ 0, ഇവിടെ സംഖ്യ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ 0ത്തിനെ നമ്മൾ മുകളിൽ എഴുതണം. അതിനുശേഷം നമുക്ക് 4നെ ഇറക്കാം. 4ൽ 2 2 പ്രാവശ്യം, 2 2 4. 4ൽ 4 കുറച്ചാൽ 0, ഇറക്കാൻ സംഖ്യയില്ല, അതുകൊണ്ട് 0. ഉത്തരമായി 1004 ഹരണം 2. ഉത്തരം 503. 502. ഇന്ന് നമ്മൾ 2 കൊണ്ടുള്ള ഹരണമാണ് പഠിച്ചത്. 2ന്റെ പട്ടിക മാത്രം പഠിച്ചാൽ 2 കൊണ്ടുള്ള ഹരണം മനസ്സിലാകും. ഇപ്പോൾ ഞാൻ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. 10 എണ്ണവും ഓരോന്നോരോന്നായി ചെയ്ത് രക്ഷിതാവിനെ കാണിച്ച് ഒപ്പുവാങ്ങണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ 2ന്റെ പട്ടിക ഒന്നുകൂടി പഠിച്ചിട്ട് പേരൻറ്റിനെ ചെയ്ത് കാണിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പേരൻറ്റിനോട് ചോദിക്കുക. 2 കൊണ്ടുള്ള ഹരണം ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും 2 കൊണ്ടുള്ള ഹരണം അറിയാം. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ കണ്ട് സംശയമുണ്ടെങ്കിൽ രക്ഷിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തന്നെ 10 ചോദ്യങ്ങളും ചെയ്തിട്ട് വേണം ബുക്ക് താഴെ വെക്കാൻ. ഓക്കെ മക്കളെ, നാളെ 3ന്റെയും 4ന്റെയും ഹരണമാണ്. അപ്പോൾ ഇന്ന് 2ന്റെ ഹരണം ചെയ്യുക. 3ന്റെയും 4ന്റെയും പട്ടിക നന്നായി പഠിച്ചിട്ട് വേണം ഇന്നത്തെ ക്ലാസ് തീർക്കാൻ. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ചോദ്യവും കൂടി തരാം. ഇന്ന് തന്നെ ചെയ്ത് പേരൻറ്റിനെ കാണിച്ച് ശരി വാങ്ങണം. അടുത്ത ശനിയാഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ കാണിക്കണം. ഞാനിപ്പോൾ തന്ന ഈ 10 ചോദ്യങ്ങളും 7 എന്ന് നമ്പർ എഴുതി, ഈ ചോദ്യം എഴുതി, അത് ചെയ്ത് ഉത്തരം കണ്ടെത്തി ശരി വാങ്ങിയതിന് ശേഷം വേണം 8ാമത്തെ ചോദ്യം എഴുതാൻ. ഇപ്പോൾ തന്നെ നോട്ട് എടുത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഓരോന്നും ചെയ്ത് കാണിച്ച് ശരി വാങ്ങണം.
പേരൻറ്റിനോട് ശരി വാങ്ങി ശനിയാഴ്ച വരുമ്പോൾ എന്നെ കാണിക്കണം. എല്ലാവരുടെ നോട്ടും ഞാൻ നോക്കും. ഇതുവരെ വരാത്ത കുട്ടികൾക്ക് വേണ്ടിയും വന്ന കുട്ടികൾക്ക് വേണ്ടിയുമാണിത്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. 2 കൊണ്ടുള്ള ഹരണമാണ് നമ്മൾ 3ാം ക്ലാസ്സിലെ നല്ല സ്കൂളിലെ കുട്ടികൾ പഠിച്ചിരിക്കുന്നതാണ്. ഓക്കെ, 2 കൊണ്ടുള്ള ഹരണം ഇന്ന് പഠിക്കണം. നാളെ 3 കൊണ്ട് 4 കൊണ്ട്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും പട്ടിക ഇന്ന് തന്നെ പഠിച്ചു തീർക്കണം. ഓക്കെ, താങ്ക് യു.